തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ പാർട്ടികളും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് വിഭജനം പൂർത്തിയായി. 101 ഡിവിഷനുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. 51 സീറ്റ് നേടുന്നവർക്ക് ഭരിക്കാൻ സാധിക്കും. 52 സീറ്റുമായിട്ടാണ് കഴിഞ്ഞ തവണ LDF ഭരണത്തിലെത്തിയത്. ഇത്തവണ LDFനെ പുറത്താക്കി ഭരണം പിടിക്കും എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കെ മുരളീധരനാണ്. കോൺഗ്രസ് 87 സീറ്റിലാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗും RSPയും 5 വീതം സീറ്റുകളിലും CMPക്ക് 3 സീറ്റും നൽകിയിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്ക് 1 സീറ്റിൽ മത്സരിക്കും. RSPയുടെ 1 സീറ്റ് ഇത്തവണത്തേക്ക് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. അതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 88 സീറ്റിൽ മത്സരിക്കും. എല്ലാ ഡിവിഷനുകളെയും ബന്ധിപ്പിച്ച് വാഹന പ്രചാരണ ജാഥ നടത്തുകയാണ് UDF. അടുത്ത ദിവസം കോർപ്പറേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും കുറ്റവിചാരണ നടത്തുകയും ചെയ്യും. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ കൂടിയാണ് ഇനി തീരുമാനിക്കാനുള്ളത്. പ്രചാരണത്തിന് ശശി തരൂർ MP എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശശി തരൂർ നെഹ്റു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കത്തുമില്ല. ശശി തരൂരിനെ വിജയിപ്പിക്കാൻ അഹോരാത്രം ജോലി ചെയ്ത പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ഇത്. നെഹ്റു കുടുംബം കോൺഗ്രസിൻ്റെ അഭിമാനമാണ്. അവരെല്ലാം ലോക്സഭയിലൂടെ ജയിച്ച് വന്നവരുമാണ്, രാജ്യസഭയിലൂടെ എത്തിയതല്ല. നെഹ്റു കുടുംബത്തിലുള്ളവരെ മാറ്റി നിർത്താൻ സാധിക്കുമോ എന്നും മുരളീധരൻ ചോദിക്കുകയായിരുന്നു. ശശി തരൂരിനെ മാറ്റി നിർത്തില്ല. ദേശീയ പ്രവർത്തക സമിതി അംഗമാണ് തരൂർ. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് വിയോജിപ്പുണ്ട്. പ്രചാരണത്തിന് എത്തിയാൽ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തും. പ്രചാരണം തുടങ്ങിയിട്ടേയുള്ളൂ. 2ാം ഘട്ട പ്രചാരണത്തിന് തരൂർ എത്തുമെന്നാണ് കരുതുന്നത് എന്നും മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇത്തവണയില്ല. എല്ലാവരും ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസിൽ അപശബ്ദമല്ല. ഘടകകക്ഷികളുമായുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ BJP പിക്ചറിൽ നിന്ന് ഔട്ടാകുമെന്നൊക്കെയാണ് മുരളീധരൻ പറയുന്നത്. LDFിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യമെന്നും മുരളീധരൻ പറയുന്നുണ്ട്. 51-ലധികം സീറ്റുകൾ നേടുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അതേസമയം പ്രധാന മുഖങ്ങളെ തന്നെയാണ് LDFും BJPയും കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഭരണം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. 35 സീറ്റിൽ നിന്ന് ഇത്തവണ 51 കടക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ.